الله الرحمن الرحيم لقد خلقنا الإنسان في أحسن تقويم. സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹുവിന്റെ വിജയത്തുകൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ അധ്യായമായ സൂറത്ത് തീനിലെ ഒരു വചനമാണ് ഞാനിവിടെ ഓതി കേൾപ്പിച്ച ആയത്. ലോകസൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്ന ചെറിയ ഒരു വചനമാണ്. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ഏറ്റവും ചൊവ്വായ ഏറ്റവും നല്ല സൂറത്തോടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചത് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല മാർഗത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ മനുഷ്യന്റെ രൂപം അത് വളരെ ഓരോ അവയവവും അത് വേണ്ട സ്ഥലത്ത്, വേണ്ട സ്ഥാനത്ത്, വേണ്ട രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു എന്നാണ് അതിന്റെ കാരണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ജീവജാലങ്ങളെ ഒക്കെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ മനുഷ്യരല്ലാത്ത കുറേ ജീവജാലങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും വനത്തിലും കാട്ടിലും ഒക്കെയായി താമസിക്കുന്ന ജീവിക്കുന്ന പോലെ ജീവജാലങ്ങളുണ്ട്. അവയൊക്കെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പക്ഷെ ആ ജീവജാലങ്ങൾക്കൊന്നും ഇല്ലാത്ത മഹത്വവും ആദരവും പ്രാധാന്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനുണ്ട്. അത് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. വലഖദ് കറംനാ ബനീ ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. ആനകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടില്ല. മനുഷ്യരെക്കാൾ എത്രയോ ശക്തിയുള്ള വിഭാഗമാണ് ആന. സിംഹത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടില്ല. ലോകത്തിൽ ഒരു മൃഗങ്ങളെ കുറിച്ചും ഒരു പക്ഷികളെ കുറിച്ചും ഒരു ജീവജാലങ്ങളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അതിനെ ആദരിച്ചു എന്നുള്ള പദം ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല. ഖുർആനിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ അല്ലാഹു ഉപയോഗിച്ച നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സൃഷ്ടിയാർമ്മകൾ നമ്മളെ പോലെയുള്ള മനുഷ്യരെ കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലഖദ് കറംനാ ബനീ ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ജീവജാലങ്ങളെ സൃഷ്ടിച്ചു, ഒരുപാട് സൃഷ്ടികളുണ്ട്. പക്ഷേ അല്ലാഹു പറയാണ്, وفضلناهم على كثير ممن خلقنا تفضيلا. അവർക്ക് ആർക്കും ഇല്ലാത്ത ശ്രേഷ്ഠത അല്ലാഹു മനുഷ്യ സമൂഹത്തിന് നൽകി. അഥവാ നമുക്ക് നൽകി. അവർക്ക് ആർക്കുമില്ലാത്ത പൗരി ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകി എന്നാണ് അല്ലാഹു പറയുന്നത്. എന്നിട്ട് ഖുർആൻ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്, വഖുലിഖൽ ഇൻസാനു ദഈഫാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് ദുർബലനായിട്ടാണ്. മനുഷ്യന് വളരെ ദുർബലനാണ്. നമുക്ക് തോന്നും, ആളുകൾക്ക് തോന്നും നമ്മൾ എന്തൊക്കെയാണ് എന്ന്. നമ്മുടെ സംവിധാനങ്ങളും നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളും കാണുമ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് തോന്നിപ്പോകുന്നത്. പക്ഷേ അല്ലാഹു പറഞ്ഞ ഇത് അല്ലാഹുവിന്റെ സൃഷ്ടികളാണ് ലോകത്തുള്ള എല്ലാവരും. മനുഷ്യർക്കൊരു പ്രാധാന്യമുണ്ട്, അവർക്ക് അല്ലാഹു ബുദ്ധി നൽകി എന്നുള്ളത്. മറ്റുള്ള ജീവജാലങ്ങൾക്ക് അല്ലാഹു ശ്രേഷ്ഠ നൽകി എന്നുള്ളത്. ഇതല്ല പറയാണ്. ഇതൊക്കെയാണെങ്കിലും മനുഷ്യൻ ദുർബലനാണ്, മനുഷ്യൻ അശക്തനാണ്, അവൻ കഴിവ് കുറഞ്ഞവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കുറെ കാരണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ള ജീവജാലങ്ങളെക്കാൾ മനുഷ്യന് മുന്നിൽ നിൽക്കുന്ന അവന്റെ ബുദ്ധിയാണ്. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് വീടുണ്ടാക്കുന്നവരാണ് മറ്റുള്ള പല ജീവജാലങ്ങളും.
മനുഷ്യന് സ്വന്തമായിട്ട് വീടുണ്ടാക്കാൻ കഴിയില്ല. അതിന് ഒരുപാട് ആളുകളുടെ സഹായം വേണം, ഒരുപാട് യന്ത്രങ്ങൾ വേണം, ഒരുപാട് സംഗതികൾ വേണം. ഒറ്റയ്ക്ക് വീടുണ്ടാക്കും മറ്റുള്ള ജീവജാലങ്ങൾ പറഞ്ഞു അവർക്ക് താമസിക്കാനുള്ള ആവാസ വ്യവസ്ഥ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് സാധ്യമല്ല. മനുഷ്യനേക്കാൾ വേഗത്തിൽ ഓടുന്ന മൃഗങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, മനുഷ്യനേക്കാൾ ശക്തിയുള്ള മൃഗങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. പക്ഷെ ഇവിടെയൊക്കെ മനുഷ്യൻ അവരെക്കാൾ ദുർബലനാണ്. എന്നാൽ മനുഷ്യൻ അവനേക്കാൾ കവച്ചു വെച്ച് എങ്ങനെയാണ് മുന്നേറുന്നത്? മനുഷ്യന്റെ ബുദ്ധി കൊണ്ട്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അവൻ കണ്ടെത്തി, അവൻ കണ്ടുപിടിച്ച് മനുഷ്യനേക്കാൾ വേഗത്തിൽ ഓടുന്ന മൃഗങ്ങളെക്കാൾ മുന്നിലെത്താൻ മനുഷ്യന് സാധിച്ചു. അവന്റെ കണ്ടുപിടുത്തമാണ്. നിങ്ങൾ ആലോചിച്ചു എത്ര ഉയരത്തിലാണ് കരികൻ പറക്കുന്നത്. ആ കരികനേക്കാൾ ഉയരത്തിൽ വേഗത്തിൽ പറക്കാൻ മനുഷ്യന് കഴിയുന്നു. അതെങ്ങനെ? അതിനുള്ള സംവിധാനം മനുഷ്യൻ കണ്ടുപിടിച്ചു. മനുഷ്യർ എത്രയോ ഉയരത്തിലാണ്. ചിലപ്പൂക്കൾ ഉണ്ടായതുകൊണ്ടാണ് മത്സ്യങ്ങൾ സമുദ്രത്തിന്റെ ആഴയിലേക്ക് ഊളിയിട്ട് എത്രയോ അടിയിലേക്ക്, ആഴക്കടലിന്റെ അടിയിലേക്ക് മത്സ്യങ്ങൾ പോകുന്നു. അതിന്റെ ചികൽപ്പൂക്കൾ കൊണ്ട്. മനുഷ്യനതില്ല. പക്ഷെ ആ മത്സ്യങ്ങളെക്കാൾ എത്രയോ ആഴത്തിലേക്ക്, അവരെക്കാൾ സ്പീഡിൽ മനുഷ്യൻ സമുദ്രത്തിന്റെ ആഴയിലേക്ക് ഊളിയിടുന്നു. അതിന്റെ സംവിധാനം മനുഷ്യൻ കണ്ടുപിടിച്ചു. അവന് സ്വന്തമായി അവന്റെ പ്രകൃതിയിലുള്ളതല്ല, അത് അവന്റെ ബുദ്ധി കൊണ്ട് അവൻ കണ്ടുപിടിച്ചു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ബുദ്ധി കൊണ്ട് കുറെ കാര്യങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചു. എല്ലാ മനുഷ്യരൊക്കെ ഓക്കെ എല്ലാം റെഡിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്, എഐയുടെ കാലഘട്ടമാണ്. ഇന്റർനെറ്റും കമ്പ്യൂട്ടറൊക്കെ നമ്മൾ എല്ലാത്തും ഉപയോഗിക്കുന്ന എല്ലാത്തിനും യന്ത്രവൽക്കരിക്കുന്ന കാലഘട്ടം. ഒക്കെ മനുഷ്യന് കണ്ടുപിടുത്താണ്. ഇതൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ച് മനുഷ്യൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉള്ള മനുഷ്യരെ കുറിച്ച് അള്ളാഹ് പറയാം. അള്ളാഹ് പറയുന്ന വാചകമുണ്ട്, ഇങ്ങനത്തെ ആണെങ്കിൽ മനുഷ്യ നീ അള്ളാഹുവിന്റെ മുന്നിൽ വളരെ ദുർബലനാണ്. എല്ലാ സംവിധാനങ്ങളും ഉണ്ടായി, എല്ലാ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായി, ലോകത്തിന്റെ നെറുകയാണ് എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനോട് അള്ളാഹുവിന്റെ വചനം. ഇതൊക്കെയാണെങ്കിലും മനുഷ്യ നീ റബ്ബിന്റെ മുന്നിൽ നീ നിസ്സാരനാണ്, നീ ദുർബലനാണ്. വിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്, അമ്മൻ ഖലഖ അസ്സമാവാതി വൽ അർദ് വഅൻസല ലക്കും മിനസ് സമാഇ മാഅ. ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു മഴ വർഷിപ്പിച്ചിട്ടാണ് ഈ ഭൂമിയിൽ പല നിറത്തിലുള്ള പല തരത്തിലുള്ള സസ്യങ്ങൾ മുളയ്ക്കുന്നത്. അതിലാരും സംശയവുമില്ല, നമ്മൾ അംഗീകരിക്കുന്നവരാണല്ലോ. എന്നിട്ട് അവസ്ഥ പറയുന്നത് വാചകണ്ട് ശരിക്കും ശ്രദ്ധിക്കണം. അവ പറയാം, അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ മനുഷ്യരെ നിങ്ങൾക്ക് ഒരാൾക്കും ഒന്നും ഉറപ്പിക്കാൻ സാധിക്കുന്നതല്ല. എവിടെ നമ്മുടെ ശക്തി, എവിടെ നമ്മുടെ ബുദ്ധി, എവിടെ നമ്മുടെ കഴിവ്? വെള്ളം പോലെ നടക്കാം, വിത്ത് കുഴിക്കുക, മണ്ണ് വാങ്ങിയെടുക്കാം. ആ വിത്ത് മുളപ്പിക്കാൻ മനുഷ്യരെ നിങ്ങളെ കൊണ്ട് സാധ്യമല്ലാന്ന് കുറെ പറയുന്നു. 1400 വർഷങ്ങൾക്ക് മുൻപ് കൊറോണ മരിച്ചതായത് ഇന്നേവരെ ലോകത്ത് ഒരാൾക്കും സ്വന്തമായിട്ട് വിത്ത് മുളപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹ് പറയാം, അള്ളാഹ് നൽകുന്ന മഴയാണ്, അള്ളാഹ് നൽകുന്ന വെള്ളമാണ്, അല്ലാഹുവിന്റെ ആകാശമാണ്, അല്ലാഹുവിന്റെ ഭൂമിയാണ്. അല്ലാഹുവാണെല്ലാം ചെയ്യുന്ന മനുഷ്യരെ നിങ്ങൾക്ക് ഒരാൾക്കും ഒരു ധാന്യത്തെ പോലും മുളപ്പിക്കാൻ സാധ്യമല്ല. ഒരു പയറും, ഒരു ചെറിയ പയറിന് ഒരു അതിൽ ധാന്യം ഒഴിച്ചിട്ടിട്ട് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ ലോകത്ത് ഒരു മനുഷ്യരെ കൊണ്ട് കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ദുർബലത എന്നീ എന്തെങ്കിലും വിശദീകരിക്കാം. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ കുറിച്ച് അവന്റെ ദുർബലതയെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് മുന്നിൽ മനുഷ്യനെ പറയുവാണ്. ഇതൊക്കെ ഉള്ള മനുഷ്യൻ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളുടെ സന്ദർഭത്തിൽ അത് നേരിടാനുള്ള കഴിവ് മനുഷ്യരില്ല. നിങ്ങൾ ആലോചിച്ച് ചൈന ലോകത്തിൽ ഏറ്റവും വലിയ രാജ്യമാണ്. ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ചൈന. സൈനിക ശക്തിയിൽ ആരെയും വെല്ലാൻ കഴിവുള്ള ചൈന.
വകുപ്പുള്ള രാജ്യം. അമേരിക്കയും അങ്ങനെ തന്നെയാണല്ലോ. വികസിത രാജ്യങ്ങൾക്കൊക്കെ ശക്തികളുണ്ടല്ലോ. പക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് മുന്നിൽ ഇവരൊക്കെ പരാജയപ്പെട്ടു പോയല്ലോ. മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത, മൈക്രോസ്കോപ്പ് വെച്ച് മാത്രം നിരീക്ഷിച്ചാൽ കാണാൻ കഴിയുന്ന വൈറസിന്റെയും ബാക്ടീരിയയുടെയും മുന്നിൽ അവരൊക്കെ പരാജയപ്പെട്ടു. എവിടെ മനുഷ്യന്റെ, എവിടെ വികസിത രാജ്യങ്ങൾ, എവിടെ ആയുധങ്ങളും കണ്ടുപിടുത്തങ്ങളും? കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത, മൈക്രോസ്കോപ്പ് വെച്ച് മാത്രം കാണാൻ കഴിയുന്ന വൈറസിന്റെ മുന്നിൽ ലോക പോലീസുകാരുന്ന എല്ലാ രാജ്യങ്ങളും പരാജയപ്പെട്ടല്ലോ. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് മുന്നിൽ മനുഷ്യരെ നിങ്ങളുടെ സംവിധാനങ്ങളൊന്നും ഒന്നുമല്ല. നിങ്ങൾ വളരെ ദുർബലരാണ്, നിങ്ങൾക്കതിന് സാധ്യമല്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കാം. അസുഖങ്ങൾ, രോഗങ്ങൾ വരുമ്പോൾ നിപ്പ വന്നുള്ള നാട്ടിൽ നിപ്പ വന്നു വളരെ ഭീകരമായ പേടിപ്പെടുത്തുന്ന ആ അസുഖം, ആ ഒരു പകർച്ചവ്യാധി വന്നപ്പോഴേക്കും നമ്മൾ ആരാണ് പേടിച്ചെന്നും പേടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്തുണ്ടായത്? 2 പഞ്ചായത്തുകൾ അടച്ചു, നിയന്ത്രണങ്ങൾ വന്നു, നിർദ്ദേശങ്ങൾ വന്നു, മനുഷ്യരാണ് പേടിച്ചു, ബേജാറായി. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് മുന്നിൽ അത് നേടാൻ മനുഷ്യരെ കൊണ്ട് സാധിക്കുന്നില്ല. അള്ളാഹു നൽകുന്ന ഓരോ പരീക്ഷണങ്ങൾക്ക് മുന്നിലും മനുഷ്യൻ എത്ര ഉയർന്നവനാണെങ്കിലും ശരി, അവൻ ദുർബലനാണ്. അതാണ് ബോധ്യപ്പെടുത്തുന്നത്. എത്ര അസുഖങ്ങൾ ഡെങ്കിയോ ആളുകൾ മരിക്കുന്നു. മനുഷ്യൻ വലിയ ശക്തവാനാണ്, കൊതുകിനെ മനുഷ്യന് പേടിയാണ്. അതിലൂടെ മനുഷ്യരുടെ ശക്തവാനാണ്, കൊതുകിനെ മനുഷ്യന് പേടിയാണ്. എന്താ? കൊതുകിന് അസുഖങ്ങൾ വരും. ആ അസുഖങ്ങൾ മോഷിച്ചാൽ മനുഷ്യൻ മരണപ്പെട്ടു പോകും. വിശാലമായ കൊതുകിനെ പോലും പ്രതിരോധിക്കാൻ ശക്തിയില്ലാത്തവരായി. നമ്മൾ നമ്മുടെ മുമ്പ് ശരിക്കും മനസ്സിലാക്കണം. ഇതൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്തോന്നും നമ്മൾ അഹങ്കരിക്കുന്നവരായി, അഹങ്കാരികളായി മാറാൻ പാടില്ല. ഖുർആനിൽ പറയാൻ അല്ലാഹു നൽകുന്ന ഓരോ പരീക്ഷണങ്ങൾക്ക് മുന്നിൽ മനുഷ്യരിങ്ങനെ പരാജയപ്പെട്ടു പോവാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. കാരണം അവർ മനസ്സിലാക്കുന്നത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ് എന്ന്. മഞ്ഞപ്പിത്തം ബാധിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ച് പല സ്ഥലത്തും അവർ മരണപ്പെടുന്നുണ്ട്. മഞ്ഞപ്പിത്തം കൂടിക്കഴിഞ്ഞാൽ അപകടകരമാണ്. പക്ഷെ നമുക്കത് വരുമ്പോഴേക്കും നമ്മൾ എത്ര വലിയ മനുഷ്യരാണെങ്കിലും, എത്ര വലിയ കമ്പട്ടവരാണെങ്കിലും, ഒരു അസുഖം വരുമ്പോഴേക്കും അവരുടെ എല്ലാ ശക്തിയും പോയാണ്. അതാ മനുഷ്യൻ ദുർബലനാണെന്ന് അല്ലാഹു കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ദുർബലത എണ്ണി പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അല്ലാഹു നമ്മളോട് പറയുന്ന കാര്യങ്ങളുണ്ട്. ഖുർആനിൽ മനുഷ്യന്റെ സൃഷ്ടിപ്രകൃതം പറയാം. യഹ്ലുമായ അള്ളാഹുവാണ് എല്ലാവരെയും സൃഷ്ടിക്കുന്നത്. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പെൺകുട്ടികളെ കൊടുക്കും. ഈ ആൺകുട്ടികൾ ഉണ്ടാവുക, പെൺകുട്ടികൾ ഉണ്ടാവുക, ഇതൊന്നും മനുഷ്യന്റെ തീരുമാനമല്ല. ചില ആളുകൾക്ക് അല്ലാഹു പെൺകുട്ടികളെ കൊടുക്കുക. ഖുർആനിലാണ് അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവരുടെ ദാമ്പത്യത്തിൽ പെൺകുട്ടികളായി കൊടുക്കാം. വെറും പെൺകുട്ടികൾ മാത്രം. അൽഹംദുലില്ലാഹ്, അത് പറയാൻ നമുക്ക് വേണം. അടുത്ത വാക്കിൽ ചില ആളുകൾക്ക് അല്ലാഹു ആൺകുട്ടികളെ മാത്രം കൊടുക്കുക. അങ്ങനെ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ മാത്രമുള്ള കുറേ രക്ഷിതാക്കളുണ്ടല്ലോ. ആൺകുട്ടികൾ മാത്രമുള്ള കുറേ രക്ഷിതാക്കളുണ്ട്. ചില ആളുകൾ ഒരു പെൺകുട്ടിയെ കിട്ടിയെങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ട്, ആൺകുട്ടിയെ കിട്ടിയെങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ട്. അടുത്ത വാർത്ത വളരെയാണ്. ചില ആളുകൾക്ക് അല്ലാഹു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊടുക്കും. 3 ആൺകുട്ടികൾ, 2 പെൺകുട്ടികൾ, അല്ലെങ്കിൽ 2 ആൺകുട്ടികൾ, ഇവരൊക്കെ അല്ലാഹു കൊടുക്കും. ഇടകലർന്നു കൊടുക്കും. ചെറുക്ക് പെൺകുട്ടികൾ മാത്രമാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്ന അടുത്ത വാക്യം. ചില ആളുകൾക്ക് അല്ലാഹു കുട്ടികളെ കൊടുക്കൂല. ചില ആളുകൾക്ക് വന്ധ്യത ബാധിച്ചാണ് അല്ലാഹു കുട്ടികളെ കൊടുക്കൂല. ലോകത്തിൽ എല്ലാ വിശ്വസ്തന്മാരും, ലോകത്തിലെ എല്ലാ മനുഷ്യരും, എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഒത്തൊരുമിച്ച് ചേർന്നാലും ശരി, അല്ലാഹു വന്ധ്യത വരുത്തി ഒരാൾക്ക് മക്കളുണ്ടാക്കാൻ ഒരാൾക്കും കഴിയില്ല. ചില ആളുകളുടെ അസുഖങ്ങളുണ്ടാവും, ചില പ്രയാസങ്ങളുണ്ടാവും. അത് മരുന്ന് കൊടുത്താൽ ചിലപ്പോൾ നീങ്ങിപ്പോകും. അല്ലാഹു കുട്ടികൾ ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ച ഒരാൾക്ക് ലോകത്തിലെ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് ചേർന്നാലും ശരി, അവന് കുട്ടികളുണ്ടാക്കാൻ ലോകത്തിൽ അതും കഴിയില്ല. മനുഷ്യർക്ക് വരണം. ഇതൊക്കെ അല്ലാഹുവിന്റെ സമ്മതികളാണ്, അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്.
നമ്മുടെ മുടി നരച്ചു വരുമ്പോൾ വെളുത്തി വരും. മുടി നരച്ചു വരുമ്പോൾ ചില ആളുകൾക്ക് അത് ഭയങ്കര പ്രയാസം. അവർ കറുപ്പിക്കും. മുടി കറുപ്പിക്കുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് മറ്റൊരു വിഷയമാണ്. ഞാൻ കൂടുതൽ സൂചിപ്പിച്ചതാണ്. മുടി നരച്ചു വരുമ്പോൾ നമ്മൾ കറുപ്പിക്കും. പല ആളുകളും കറുപ്പല്ലാത്ത കളർ ഉപയോഗിക്കാം. അത് റസൂൽ പറഞ്ഞത്. കറുപ്പ് നിങ്ങൾ ഒഴിവാക്കി കറുപ്പല്ലാത്ത കളർ ഉപയോഗിക്കാം. ഈ നിറച്ച മുടി ഉണ്ടല്ലോ, ആ നിറച്ച മുടിക്ക് പരിഹരിക്കാൻ നമ്മൾ നാളെ തലയിൽ പറയുന്ന ഈ നിറച്ച മുടി അതങ്ങനെ ഒഴിവാക്കി കറുത്ത മുടി മുളപ്പിക്കാൻ ലോകത്ത് ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ പെയിന്റടിയല്ലാതെ നിറച്ചു പോയ ഈ മുടിക്ക് പകരം കറുത്ത മുടി ഇങ്ങനെ തലയിൽ വളർന്നു വരട്ടെ. മനുഷ്യന്റെ ശക്തി അത്രയേ ഉള്ളൂ. മനുഷ്യർ അല്ലാഹുവിന്റെ മുന്നിൽ അവൻ ദുർബലനാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ പാവങ്ങളാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഫുഖറാക്കളാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ദുർബലരാണ്. അല്ലാഹു ഹുവൽ ഗനിയ്യ്, അവരെ നിങ്ങൾ ആവശ്യമില്ല. അല്ലാഹുവിന് നിങ്ങൾ ആരെയും ആവശ്യമില്ല. അവൻ സ്വമതാണ്, അവന് വലിയാണ്, അവൻ ഖാദിറാണ്, അവൻ ഖാദിറാണ്, ഖയ്യൂമാണ്. എന്നാൽ ലോകത്തിലെ എല്ലാവർക്കും അല്ലാഹുവിന്റെ ആവശ്യമാണ്. അല്ലാഹു പറയാ, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ദുർബലരാണ്. ആ ദുർബലത മനസ്സിലാക്കാതെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന സംവിധാനങ്ങളുടെ പേര് നമ്മൾ അഹങ്കരിച്ച് അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്ന കുറെ ആളുകൾ. നിങ്ങൾ ഒരാഴ്ചയിലധികമായി കർണാടകയിൽ അർജുൻ എന്ന് പറയുന്ന ഒരു സഹോദരന് വെള്ളത്തിലാണോ മണ്ണിനടിയിലാണോ എന്ന് ആളുകൾക്കറിയില്ല. എത്രയായിട്ടാണ് ചിലരെ അവസാനത്തെ വെള്ളത്തിലാണ് എന്ന് ആളുകൾ പറയപ്പെടുന്നു. എന്തൊക്കെ സംവിധാനങ്ങളുണ്ടായി 10 ദിവസം പിന്നിട്ട് കഴിഞ്ഞു, നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എന്തൊക്കെ യന്ത്രങ്ങൾ കൊണ്ടുവന്നു, വല്ലതും നടന്നു. മനുഷ്യൻ അത്രയേ ഉള്ളൂ. മനുഷ്യന്റെ ശക്തി അത്രയേ ഉള്ളൂ. കാണാത്തത് പറയുന്ന, മറഞ്ഞത് അറിയുന്ന, ലോകത്തെവിടെയുള്ളതും കുപ്പിയകത്തുള്ളത് പോലെ അറിയുന്ന കുറെ ഔലിയാക്കൾ നാട്ടിലുണ്ടല്ലോ, കുറെ ചിത്തന്മാരെ നാട്ടിലുണ്ടല്ലോ, കുറെ ജ്യോത്സ്യന്മാരെ നാട്ടിലുണ്ടല്ലോ. അതിന്റെ വല്ലതും കണ്ടുപിടിക്കാൻ കഴിയും. ഒക്കെ മുമ്പലാണ്, ആർക്കൊന്നിനും കഴിയില്ല. ഇതൊക്കെ എല്ലാ കാലവും നിർമ്മിക്കുന്നത് റബ്ബാണ്. റബ്ബിന്റെ മുന്നിൽ മനുഷ്യൻ ദുർബലനാണ്. അത് മനുഷ്യൻ അംഗീകരിച്ചേ പറ്റൂ. ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹുവിന്റെ ഈ പരീക്ഷണങ്ങളും ഈ ദുർഗാന്തങ്ങളും കാണുമ്പോൾ വിശ്വാസത്തെ ചെയ്യാൻ അറിയും. ഇന്ന് വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിൽ ഒന്നാമത്തെ അക്കാലത്തിൽ നമ്മൾ ഒന്ന് സൂറത്ത് സജദയിലൂടെ അല്ലാഹു പറയുന്ന ഒരു വാചകമുണ്ട്. എന്താണ്? അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ എന്താ വിശ്വാസം ചെയ്യാം? إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ സത്യവിശ്വാസികൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് സുജൂദിലേക്ക് വീഴും. പടച്ചവനെ റഹ്മാനാണല്ലോ നീ, റഹീമാണല്ലോ നീ, ഞാൻ എത്ര ദുർബലനാണ്. വഹും ലാ യസ്തക്ബിറൂൻ, അവർ അഹങ്കരിക്കുക. വിശ്വാസി അഹങ്കരിക്കുക. എത്ര കഴിവുകൾ, എന്തൊക്കെ അത്ഭുതങ്ങൾ കണ്ടുപിടിച്ചാലും ആ സമയത്ത് വിശ്വാസം കക്ഷിക്കാൻ നിങ്ങൾ അല്ലാഹുവിന്റെ ശുക്ർ ചെയ്യും. അതിൽ അഭിനയിക്കുക. കാരണം മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണ്? ഖുർആനിൽ സൂറത്ത് അബസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യങ്ങൾ? മനുഷ്യൻ നശിക്കട്ടെ. അല്ല പറയാ, മനുഷ്യൻ നശിക്കട്ടെ, അവൻ എത്ര നന്ദി കെട്ടവനാണ്. എന്തിന് വലിയ വാചകമാണ്. അല്ല പറയാണ്, മനുഷ്യൻ നശിക്കട്ടെ, അവൻ എത്ര നന്ദി കെട്ടവനാണ്. അല്ലാഹു നമ്മളെ കുറിച്ച് പറയാം. എന്താ അല്ലാഹുവിനെ പറയാനുള്ള കാരണം? മനുഷ്യന്റെ ജീവിതമുണ്ട്, മനുഷ്യന്റെ അഹങ്കാരങ്ങളുണ്ട്. അല്ലാഹുവിനെ വെല്ലുവിളിക്കുക, റബ്ബിനെ വെല്ലുവിളിക്കുക. അടുത്ത വാചകണ്ടോ? എന്താ പറയാ? നീ അഹങ്കരിക്കണ്ട. നിന്നെ അല്ലാഹു ഏതിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത് നിനക്കറിയോ? നീ എവിടുന്നാ ഉണ്ടായത്? അല്ല ചോദിക്കുക, നീ എവിടുന്നാ ഉണ്ടായത്? ഒരു ബീജത്തുള്ളിൽ നിന്നല്ലേ നിന്നെ സൃഷ്ടിച്ചു. അല്ല പറയാ, നീ അഹങ്കരിക്കുകയാണ്. നീ എവിടുന്നാ നീ വന്നത്? ഒരു ബീജത്തുള്ളിൽ നിന്നാണ് അല്ലാഹു നിന്നെ സൃഷ്ടിച്ചത്. പിന്നെ നിന്റെ ജീവിതം അല്ലാഹു ശരിയാണ്. കുറെ കാലം ദുനിയാവിൽ ജീവിച്ചു. കുറച്ച് കാലം കഴിയുമ്പോൾ അല്ലാഹു നിന്റെ മൗത്തിനെ പിടിക്കും, നിന്റെ റൂഹിനെ പിടിക്കും, നിന്നെ അല്ല മരിപ്പിക്കും. അല്ല പറയാം, അല്ല മരിപ്പിക്കും.
അങ്ങനെ നിന്നെ കബറടക്കിയിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ആ കബർ അള്ളാഹുവിനെ പുറത്തേക്ക് കൊണ്ടുവരും. ഇത്രയും നിന്റെ കഥയുള്ളൂ, ഇത്രയും നിന്റെ ജീവിതമുള്ളൂ, ഇതാണ് നിന്റെ കഴിവെന്ന് പറയുന്നത്. നിനക്കൊന്നുമില്ല. എന്താ പറയാ, നീ അഹങ്കരിക്കണ്ട, നീ കിബറ് കാണിക്കണ്ട. കിബറ് മാത്രമൊന്നും മനുഷ്യരെ നിങ്ങൾ ഓർമ്മയില്ല. കിബറ് അള്ളാഹുവിന്റെ വാസ്തവമാണ്, അത് മനുഷ്യനുള്ളതല്ല. നീ എവിടെന്നാ വന്നത് എന്നൊക്കെ ചോദിക്കാം. നീ മരണപ്പെട്ട അവസാനം അള്ളാഹുവിനെ ഇങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതം. അതുകൊണ്ട് മനുഷ്യരുള്ളതാണ്, നിങ്ങൾ മനുഷ്യരിൽ അള്ളാഹുവിന്റെ നന്ദി കാണിക്കണം, റബ്ബിന് ശുക്ർ കാണിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിലെ ചില സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ലോകത്ത് വലിയ വലിയ സമ്പത്തും അധികാരങ്ങളും കൈകാണിക്കുന്ന വലിയ കുറെ രാജാക്കന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ഇതുപോലെ അള്ളാഹുവിനെ വെല്ലുവിളിച്ച് ഇവ്രാന്മാരായി അഹങ്കാരികളായി ജീവിച്ചിരുന്നു. ഇതൊക്കെ ഞങ്ങളെ കഴിവാണെന്ന് വിചാരിച്ചു, അള്ളാഹുവിനെ മറന്നു. അങ്ങനെ മറന്ന ഒരാളായിരുന്നു ഫിർഔൻ, അതിൽപ്പെട്ട ഒരാളാണ് നമ്രൂദ്, അതിൽപ്പെട്ട ഒരാളാണ് ഖാറൂൻ, അതിൽപ്പെട്ട ഒരാളാണ് ഹാമാൻ. അവരെ അത്രയൊന്നും സമ്പത്തും അധികാരമൊന്നും ഇന്നുള്ളവർക്കില്ല. ആ ഫിർഔന്റെ അവസ്ഥ തന്നെ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ലോകത്ത് അന്ന് വിറപ്പിച്ച എല്ലാത്തിന്റെയും അധിപനാണ് എന്ന് പറഞ്ഞ ഫിർഔൻ എന്തായി? വെള്ളത്തിൽ മുങ്ങിയപ്പോൾ പിന്നെ രക്ഷിക്കാൻ ഒന്നും കഴിഞ്ഞില്ല. അവസാനം വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ഇത്തരം മനുഷ്യന്റെ അവസ്ഥ. ആകാശത്തിലേക്ക് ഒരു ഗോപുരം ഉണ്ടാക്കി, ഒരു കോഴി ഉണ്ടാക്കണം. എന്തിനാണ്? ആകാശത്തെ അവലെന്തോ നോക്കട്ടെ. എത്ര വലിയ ഇബ്രാഹിം ആകാശത്തെ അവലെന്തോ നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു നശിപ്പിച്ചു കളഞ്ഞു. അള്ളാഹുവിന്റെ മുന്നിൽ മനുഷ്യർ ദുർബലാകുന്ന ആ ഒരു ബോധം എപ്പോഴും നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്ന വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളാണ്. അത് മനസ്സിലാക്കി, മനുഷ്യന്റെ ദുർബലത മനസ്സിലാക്കി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും പരീക്ഷണങ്ങൾ കാണുമ്പോൾ റബ്ബിനോട് ശുക്ർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി الواحد القهار العزيز الغفار مكبر الليل والنهار أما بعد فاتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ മുന്നിലേക്കുള്ള ജീവിതത്തിന്റെ സമസ്ത മേഖലകളും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുഗ്മികളായി മുക്തകളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉപദേശിക്കുകയാണ് വസിയ്യത്ത് ചെയ്യുന്നത്. സഹോദരന്മാരെ, സഹോദരൻ, ഈ സമയത്ത് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. രോഗങ്ങളിൽ വർദ്ധിക്കുന്ന സമയമാണ്. സാധാരണ മഴക്കാലമാകുമ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ ആരോഗ്യ പ്രവർത്തകർക്ക് പല മുന്നറിയിപ്പുകളും നമുക്ക് നൽകാറുണ്ട്. അസുഖങ്ങൾ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്കൂൾ മൊത്തം അടച്ചു എന്നാണ്. ഒരു സ്കൂൾ മൊത്തം അടച്ചു. ഇന്ന് മഞ്ഞപ്പിത്തം ബാധിച്ചു. മഞ്ഞപ്പിത്തം പ്രധാനപ്പെട്ട അസുഖം തന്നെയാണ്. വളരെ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ഒരു സ്കൂൾ മൊത്തം അടച്ചു. ഈ നിപ്പ വൈറസ്, അതേപോലെ ഒരുപാട് അസുഖങ്ങൾ, ഡെങ്കി ആവട്ടെ, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ അസുഖങ്ങളാണ്. ഈ അസുഖങ്ങളൊക്കെ ഒരുപാട് അസുഖങ്ങൾ നാട്ടിൽ നിന്ന് വന്നത്. ഇത് നമ്മുടെ പരീക്ഷണങ്ങളാണ്. അസുഖം ധരിക്കുന്നവൻ അള്ളയാണ്. അള്ളാഹു ധരിക്കുന്ന പരീക്ഷണം നമുക്ക് ആ ഒരു ബോധം നമുക്കുണ്ടാകും. അസുഖം, രോഗം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അങ്ങനെയാണ് പിന്നെ അവിടെ ചെയ്യുന്നത്. ഏത് രോഗമാവട്ടെ, ഇപ്പൊ ചെറിയ വരുന്ന തലവേദന, പനി, അതൊന്നും ഈ സാധാരണ വരുന്ന ചെറിയ ഈ വൈറൽ പരിപാടികളോ അതെല്ലാം പറഞ്ഞത് മാരകമായിട്ട് വരുന്ന കുറെ അസുഖങ്ങൾ. അതുകൊണ്ട് പക്ഷേ അസുഖങ്ങൾ വർദ്ധിച്ചാൽ മരണത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനത്തെ കുറെ അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നെന്താണ്? ഒന്ന്, അതിനുള്ള മരുന്നുണ്ടെങ്കിൽ ആ മരുന്ന് കഴിക്കണം. അത് അത്യാവശ്യമാണ്. നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. അതിന്റെ കൂടെ നിർബന്ധമായി ചെയ്യുന്ന മറ്റൊരു പ്രാർത്ഥന. എന്ത് പ്രാർത്ഥന? അള്ളാഹുവിന്റെ റസൂൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. എന്താണ്? ഇതുപോലെയുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാൻ നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നാട്ടിലും ഇതുപോലെ വ്യാപകമായി പടരുന്ന പകർച്ചവ്യാധികളും അതുപോലെ തന്നെ മാരകമായ പകർച്ചവ്യാധി അല്ലാത്ത മാരകമായ അസുഖങ്ങളുണ്ടല്ലോ, ആ അസുഖങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ നമ്മൾക്കോ നമ്മുടെ കുടുംബത്തിനോ സമൂഹത്തിനോ വരാതിരിക്കാനുള്ള പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചു. ആ പ്രാർത്ഥന മരുന്ന് മാത്രം കുടിച്ചാൽ പോയാൽ മരുന്ന് കുടിക്കുകയും പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും വേണം. രണ്ടും വേണം. എന്നാൽ ഒരാളെ മരുന്ന് കുടിക്കൂല, ഈ പ്രാർത്ഥന മാത്രം മതി, അങ്ങനെയല്ല റസൂൽ പഠിപ്പിച്ചത്. രണ്ടും ചെയ്യാം. ചെയ്യേണ്ട കാര്യം ചെയ്യണം, ബാക്കി അള്ളാഹുവിന്റെ വക്കൂലാക്കണം. അങ്ങനെ ഇസ്ലാമിന്റെ മാർഗ്ഗം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ മരുന്ന് കുടിക്കുന്നതോടുകൂടെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന
പ്രാർത്ഥന നിർബന്ധമായും പ്രാർത്ഥിക്കാൻ പറ്റും. അതിൽ പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചു. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാം വമിൻ സയ്യിഇൽ അസ്ഖാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാം വമിൻ സയ്യിഇൽ അസ്ഖാം. ഈ പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പഠിപ്പിച്ച പ്രാർത്ഥന. ഇതെന്താ? ഇത് മാരകമായ അസുഖങ്ങൾ നമ്മളിലേക്ക് പടർന്നു പിടിക്കാതിരിക്കാനുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുട്ടികളെ ഒക്കെ പഠിപ്പിക്കാം. എന്താ പ്രാർത്ഥനയുടെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസ്. പടച്ചവനെ, ഈ വെള്ളപ്പാണ്ടുണ്ടല്ലോ, അതാണ് ബറസ്. വെള്ളപ്പാണ്ട് പോലെയുള്ള അസുഖങ്ങൾ വരുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. നമ്മളത് അപൂർവമായിട്ടുള്ളതാണ് വെള്ളപ്പാണ്ട്. അടുത്ത വാചകം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസ് വൽ ജുനൂൻ. ജുനൂൻ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഭ്രാന്ത്, മെന്റൽ പ്രശ്നം, അതിന് വലിയ അസുഖമാണത്. ബാക്കിയൊക്കെ മനുഷ്യൻ സഹിക്കും. എല്ലാ ആളുകളാണ് ബുദ്ധി പോയാലുള്ള കാര്യം. ബുദ്ധി നീങ്ങിയ മനുഷ്യന്റെ അവസ്ഥ എന്താ? എത്ര ഭയാനകമായിരിക്കും. ആളെ തിരിച്ചറിയില്ല, മക്കളെ തിരിച്ചറിയില്ല, ഭാര്യ തിരിച്ചറിയില്ല, ഒരാളെയും മനസ്സിലാക്കുന്നില്ല. ഭാര്യ എന്താണെന്ന് അറിയുന്നില്ല, ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല. എന്റെ അച്ഛന് പോയി, ബുദ്ധി പോയി. ഈ പ്രാർത്ഥനയുടെ മഹത്വം നോക്കാനുള്ളത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂൻ. പടച്ചവനെ, ബറസും ഉണ്ടാവരുത്, ഭ്രാന്ത്, മെന്റൽ പ്രശ്നം ഉണ്ടാവരുത്. ഒരു സഹോദരി പറയാം, ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന മരുമകള, ആ അമ്മായിമ്മക്ക്, ഭർത്താവിന്റെ ഉമ്മക്ക് പെൺകുട്ടികളില്ല, പ്രായമായി. പക്ഷെ ചെറിയ മെന്റൽ പ്രശ്നമുണ്ട്. പ്രായമായപ്പോൾ മെന്റലി കൂടി 8 വർഷത്തിൽ തന്നെ 3 മണിക്കും അത് 3 വിശ്വസനൊക്കെ 8 വർഷം തന്നെ. അത് സിറ്റ് ഔട്ട് ആണെങ്കിലും ഡൈനിങ് ഹാൾ ആണെങ്കിലും അടുക്കളയാണെങ്കിലും. അത് മാത്രമല്ല, ഭയങ്കര മർദ്ദനം, അടി. ആദ്യം മുഖത്തടിക്കും, പുറത്തടിക്കും, അടിക്കും, ചവിട്ടും. ഇത് കാരണം ശക്തി കൂടും. എന്താ ചെയ്യാം? ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്താ ബുദ്ധിയില്ല. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നാട്ടിലും ഉപദ്രവം ഉണ്ടാവും. ഒന്ന് ആലോചിച്ച കാര്യങ്ങൾ. ഇത് എന്തൊരവസ്ഥയാണത്? ഇത് 1 ദിവസം 2 ദിവസമല്ല, വർഷങ്ങളിങ്ങനെ വിളിക്കാണ്. വർഷങ്ങളിങ്ങനെ ഒരു വീട്ടിൽ ബുദ്ധി പോയി ഭ്രാന്തായിട്ട് നമ്മുടെ ഉമ്മമാര്, ഉപ്പമാര്, മക്കള് അവരെ അക്രമം കാണിക്കുന്ന അവസ്ഥ. ആ വീടിന്റെ വേദന എപ്പോഴാണ്? അതിന്റെ ഗൗരവം എത്രയാണ്? അത് പറയുമ്പോൾ ഈ സഹോദരന്റെ കണ്ണിൽ അറിയാം. വർഷങ്ങളായിട്ട് 2 ആൾ വേണം ഇത് നോക്കാൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂൻ. പടച്ചവനെ, ഈ ജുനൂനിൽ നിന്ന് നമ്മെ ഈ പ്രാർത്ഥന പഠിക്കുന്നതായ കാരണം ഇത് പ്രശ്നം. അടുത്ത വാക്യങ്ങളെ ഒരു ജുദാം, ഈ കുഷ്ഠരോഗം പോലെയുള്ള വാചകമായി ചൊല്ലണം. അതിനെ തൊട്ടും റബ്ബേ ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. 4ാമത്തെ വാചകം വമിൻ സയ്യിഇൽ അസ്ഖാം. മാരകമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും എന്ന് പറഞ്ഞാൽ എല്ലാ പകർച്ചവ്യാധികളും മാരകമാണ്. അതിൽ ക്യാൻസർ, എയ്ഡ്സ്, അതേപോലെ തന്നെ പക്ഷാഘാതം, എന്തൊക്കെ അസുഖങ്ങളോ മാരകമായിട്ടുള്ള എല്ലാ അസുഖങ്ങളുണ്ടോ ആ അസുഖങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചവനെ ഞാൻ അറിയാം. അതൊന്നും എനിക്കും എന്റെ കുടുംബത്തിൽ നീ നൽകിയല്ല പഠിച്ചു. എത്ര നല്ല പ്രാർത്ഥനകൾ. ഇത് പഠിക്കണമെന്ന്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂൻ വൽ ജുദാം വമിൻ സയ്യിഇൽ അസ്ഖാം. 4 കാര്യമുള്ളൂ. ഇത് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഒരു ധൈര്യമാണ്. ഒരു മരക്കരിക്കാണ്. മരുന്ന് പിടിക്കുന്നുണ്ട്, എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചിട്ടുണ്ട്, ഇത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ ചിലവരെയുള്ളൂ, റബ്ബ് സഹായിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ദുആയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഈ സമയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, മക്കളെ പഠിപ്പിക്കണം. ഒന്നുകൂടെ ആവർത്തിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാം വമിൻ സയ്യിഇൽ അസ്ഖാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയാസത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم توفنا مسلما والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله.